അതിനകത്ത് ഒന്നാമത്തെ കാര്യം അത് ആ സ്റ്റഡി ചെയ്തിരിക്കുന്ന രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് കേരളത്തിലുള്ള എനിക്കൊണ്ട് 400 പേരെ എന്നുള്ള ഒരു അഭിപ്രായമാണ് എടുത്തിരിക്കുന്നത്. അത് തിരുവനന്തപുരം, മലപ്പുറം, കോട്ടയം, അങ്ങനെ എനിക്ക് തോന്നുന്നു 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കുറച്ച് പേര് 400 പേരെയാണ് എടുത്തിരിക്കുന്നത്. അതും എടുത്തിരിക്കുന്നത് തന്നെ 13 തൊട്ട് 19 വയസ്സ് പ്രായമുള്ള ആൾക്കാർ എന്നാണ് അവർ അഭിപ്രായ സർവേ എടുത്തിരിക്കുന്നത്. അതെന്ത് ലോജിക്കിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒന്ന്, നമ്മുടെ പ്രേക്ഷകരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും 50 വയസ്സിന് മുകളിലോട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരുമാണ്. അവരുടെ ഒരു വിനോദ മാധ്യമം എന്നുള്ള രീതിയിലാണ് ശരിക്കും സീരിയൽ പോകുന്നത്. അല്ലാതെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ സീരിയൽ കാണുന്ന ആൾക്കാരൊന്നുമല്ല. അതിനകത്തൊരു 50 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ ആൾക്കാരായിരിക്കും മാക്സിമം സീരിയൽ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏഷ്യാനെറ്റുകാരും അല്ലെങ്കിൽ മറ്റ് ചാനലുകാരും എല്ലാം മാർക്കറ്റിംഗ് എടുക്കുന്നത് തന്നെ 15 to 50 എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് മാർക്കറ്റിംഗ് പോയി. എത്ര പേര് കാണുന്ന ഏജ് ഗ്രൂപ്പല്ല, 15 to 50, അതായത് 15 വയസ്സ് തൊട്ട് 50 വയസ്സുള്ള ആൾക്കാരാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ് എടുക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അതിൽ പറയുന്ന പോലെ 13-നും 19-നും ഇടയ്ക്കുള്ള അത്ര ഒരു ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അതിനകത്ത് വരുള്ളൂ. ഈ പറയുന്ന നമ്പറിലുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത മോള്, അവൾ 20 വയസ്സായി, രണ്ടാമത്തെ മോളെന്ന് പറയുന്നത് 13 വയസ്സായി. ഈ 2 പേരും സീരിയൽ കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഞാൻ എൻ്റെ മോളെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി പോകുമ്പോഴും അവിടെ തെറ്റിയും തെറിച്ചും കുട്ടികൾ മാത്രമായിരിക്കും സീരിയൽ കാണുന്നത്. അല്ലാതെ വളരെ ആ നമ്പേഴ്സും ആ ഒരു സ്റ്റഡിയും എനിക്കത്ര ലോജിക്കായിട്ട് തോന്നിയില്ല. പണ്ട് 13 എപ്പിസോഡ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ 13 എപ്പിസോഡിൽ നിന്ന് 50 എപ്പിസോഡായിട്ട് വളരുകയും 50 100 വളരുകയും 100 200 1000 2000 വളരുകയും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കേരളം എന്ന് പറയുന്നത് കൊച്ചു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിനകത്ത് നമുക്ക് ഈ 13 എപ്പിസോഡും അല്ലെങ്കിൽ 10 എപ്പിസോഡും ഒന്നും മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിനുള്ള ഫണ്ടില്ല, നമുക്കതിനുള്ള പൈസ ഇല്ല. നമ്മൾ ഈ സീരിയലിനെ കുറ്റം പറയുന്ന ആൾക്കാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചാനലിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിങ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ഫണ്ടിങ്ങാണ്. ഇപ്പോൾ ഒരു എപ്പിസോഡിന് നമുക്ക് കിട്ടുന്നത് 1.25 ലക്ഷം രൂപ. ആ 1.25 ലക്ഷം രൂപയ്ക്കകത്താണ് ഒരു എപ്പിസോഡ് 22 മുതൽ 24 മിനിറ്റ് വരെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു 1.25 ലക്ഷം രൂപയ്ക്കാണ്. 22 മിനിറ്റ്. നമ്മുടെ ഒരു കാര്യം ആലോചിക്കേണ്ട, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെന്ന് പറയേണ്ട, ഒരു ഏറ്റവും ചെറിയ ബഡ്ജറ്റ് സിനിമ പോലും ഒരു 1-1.5 കോടി രൂപ, ഏറ്റവും കുഞ്ഞു ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1-1.5 കോടി രൂപയുടെ സിനിമയാണ്. ആ സിനിമ പോലും 2.5 മണിക്കൂറേ ഉള്ളൂ. ആ 2.5 മണിക്കൂർ ചില ഇപ്പോഴത്തെ സിനിമകൾ 2.25 മണിക്കൂറിനകത്ത് നിൽക്കുന്ന സിനിമകളേ ഉള്ളൂ. 2.25 മണിക്കൂർ. ഇപ്പം നമ്മുടെ ഒരു 2-2.5 എപ്പിസോഡ് ചേരുന്നതായിരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2.5 ലക്ഷം രൂപയ്ക്കാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ ആദ്യം കണക്കൂട്ടി ഇത് കാണണം. ശരി, സാജൻ സൂര്യയുടെ പ്രതികരണമാണ് കേട്ടത്.